ഒരിക്കൽ കൂടി നമസ്കാരം. ചെറിയ ഒരു പണിപ്പുരയിലാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകും. കറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ, മുട്ട കുത്തി പിരിക്കാൻ പോകാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ചെറിയ തക്കാളി മതി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. ഒരു 3-4 പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പൊ അതിനാവശ്യമുള്ളൂ ഒരു ചെറിയ ഇഞ്ചി, ചെറിയ കഷ്ണം. ഇത് മുഴുവൻ വേണ്ട, അതിന്റെ പകുതി മതി. നമുക്ക് മുറിച്ചിടുക, പീസ് മുറിച്ചിടുക. അപ്പൊ ഇതും ഒന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇടണം. അപ്പൊ അതൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടില്ല. ഇനി ഒന്ന് കഴുകി കട്ട് ചെയ്തിടണം. വെള്ളമൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒറ്റക്കുള്ള പരിപാടിയാണ്, അതായത് സാമഗ്രികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ക്യാമറാമാൻ ഇത്തിരി ബിസിയാണ്, മോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ സ്കൂളിലേക്കൊക്കെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു. അപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്യാം. ഞാനിത് പ്ലേറ്റ് വെച്ച് തന്നെ കട്ട് ചെയ്യണം കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഈ കട്ടിങ് ബോർഡ് എടുക്കാനും അത് കഴുകാനും ഒന്നും എന്നെ കൊണ്ടിട്ടില്ല. ഇതാകുമ്പോൾ വേഗം പരിപാടി കഴിയും. ബോണൊക്കെ എടുത്തിട്ട് കഴുകി, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴുകി വെക്കണം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 സവാള, ഒരു ചെറിയ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, നാടൻ മുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. അതായത് കുറച്ചെടുത്തിട്ടുള്ളൂ, വേപ്പില. അപ്പൊ നമുക്ക് ഇനി പാചകപ്പുരയിലേക്ക് പോവാം. ഇത് മുട്ടയിൽ സാധാരണ എല്ലാവരും മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ചട്ടിയിലിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യം ഈ സവാള എല്ലാം വഴറ്റ് റെഡിയാക്കിയിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ശരിക്കും വെന്തിട്ടുണ്ടാവും, അത്യാവശ്യം മുരിഞ്ഞ് കിട്ടും. ഇഞ്ചിയും എല്ലാം മുരിഞ്ഞ ശേഷം ഉണ്ടാവാം. മറ്റേ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മുട്ട വേകുമ്പോഴത്തേനും നമുക്ക് കോരി ഇടേണ്ടി വരും. അപ്പൊ ഈ സവാളയൊക്കെ ശരിക്കും ഈ പച്ച ടേസ്റ്റ് മാറിയിട്ടുണ്ടാവില്ല, പച്ച ചുവ മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഞാൻ സാധാരണ ചെയ്യണ ഒരു രീതിയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പരിപാടിക്ക് പോവാം. അപ്പൊ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഒന്ന് ചൂടായി വരണം കേട്ടോ. ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എണ്ണ ഒഴിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇടുന്ന ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ചെറുതായി മൂത്തിട്ടാണ് ബാക്കിയുള്ള സാധനം ഇടുള്ളൂ. അത് വേറെ ഒന്നുകൊണ്ടല്ല, സവാള ഇഞ്ചിയുടെ ഒപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി പെട്ടെന്ന് മൂട്ടിയിട്ടില്ല. ഒരു മുട്ട കൊത്തിപ്പൊരിക്കാൻ ഇത്രയൊക്കെ പണി എടുക്കണമെന്ന് ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും തോന്നാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് 2-3 മിനിറ്റ് കൊണ്ട് റെഡിയായി വരുന്ന സംഭവമാണ്. പക്ഷെ ഇതിങ്ങനെ ചെയ്താൽ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോഴേ ഈ മുട്ട കൊത്തിപ്പൊരിക്കാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വീഡിയോ കാണുമ്പോഴേ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് അങ്ങനെ ഇട്ടിട്ട് അത് ശരിയാക്കി എടുത്താൽ പോലെയാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക രുചി വേറെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കണതാണ്.
ഒരു കാര്യം മറന്നുപോയിട്ടാ, ഞാൻ ഈ സംസാരത്തിന്റെ ഇടയിലേ ഉപ്പിടാനായിട്ട് മറന്നുപോയി. കുഴപ്പമില്ല. ഉപ്പ് ശരിക്കും പറഞ്ഞാലേ സവാള വഴറ്റുമ്പോ നമ്മൾ ആദ്യം തന്നെ ഉപ്പിടണം നല്ലത് കിട്ടില്ല. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും, അധികം ടൈമൊന്നുമില്ല. ഞാൻ ഈ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ സംഭവം കിട്ടുന്നതാണ് മറന്നു. അപ്പൊ നമുക്ക് സവാള വാടി വന്നിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ. ചില ആൾക്ക് മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് പറ്റില്ല. മുട്ടയൊക്കെ വറക്കുമ്പോഴേ മഞ്ഞപ്പൊടി ഇടാതെയും ചെയ്യണവരുണ്ട്, ഇട്ടും ചെയ്യണവരുണ്ട്. ആ താല്പര്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അപ്പൊ നമ്മള് അടുത്തായിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മള് നമ്മുടെ കൊത്തിപ്പൊരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനവസാനമായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാൻ പോകണ്ട. വേറെ ഒന്നല്ല, കുറച്ച് ഗരം മസാലയും. അത് ഒരിക്കലും ഓവറാവരുത്. മസാല ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര കുത്തായി. പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം ചേർത്തിട്ടില്ല കേട്ടോ, അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മല്ലിയില ചേർക്കുന്നത്. അത് ശരിക്കും ഇതൊന്ന് വലുത് പാകമായി വരുമ്പോൾ മുകളിൽ കൂടി ഇട്ടിടുന്ന സാധനം അതുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചെയ്താലും പ്ലാൻ ചെയ്തിട്ട് ചെയ്താലില്ല. അപ്പോൾ ഓക്കെ, നമ്മുടെ കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല മണം വരുന്നുണ്ടാ. സാധാരണ മുട്ട വറുക്കുന്ന മണമല്ല, വെറൈറ്റി സ്മെല്ലൊക്കെ വരുന്നു. അപ്പൊ നമ്മുടെ മുട്ട കൊത്തിപ്പൊരിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ലേശം ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ഡിഷാണ്. അപ്പൊ ഇതുപോലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. മോളോടെ പഠിച്ചുകൊണ്ടിരിക്കണം. നാളെ സ്കൂളിലേക്കുള്ള ഹോംവർക്ക് മേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഇത്തിരി ബിസിയാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെറിയൊരു സംഭവം ചെയ്താണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.